ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് മുറ്റടിച്ചപ്പോൾ കണ്ടാണ് ഒരു ചേനയുടെ തണ്ട് വേറൊരെണ്ണം കൂടി ഉണ്ടായിരുന്നു. അത് പഴുത്തതുകൊണ്ടാണ് ഞാനിത് പറിച്ചത്. ഒരു ചെറിയ ചേനയാണ് ഇത്, കറി വെക്കാനായിട്ടാണ്. ഇത് എരിശ്ശേരി പോലെ വെക്കാനാണ്. എനിക്ക് വളരെ ഇഷ്ടമാണ് ചേന. എരിശ്ശേരി ഇഷ്ടമായുള്ളവരൊക്കെ ഒന്ന് കമൻ്റ് ഇടണേ. ഇത് വെക്കാനായിട്ട് ഇനി വലിയ പാടൊന്നുമില്ല. അരിഞ്ഞ് കുക്കറിൽ ഇട്ട് വേവിച്ച് അതിന് കുറച്ച് കൂട്ടൊക്കെ ഉണ്ട്, അതൊക്കെ ചേർത്ത് താളിച്ചെടുത്താൽ മതി. നല്ല ടേസ്റ്റാണ്. അപ്പോൾ പുതിയ വീഡിയോയിലേക്ക് വീണ്ടും ഒരിക്കൽ കൂടെ സ്വാഗതം. നമുക്കിപ്പോൾ വീഡിയോയിലേക്ക് പോകാം. ഗൈസ്, ഈ ചേന ചെത്തി എടുക്കുക എന്ന് പറഞ്ഞാൽ എനിക്ക് വലിയ ടാസ്ക്കാണ്. ഇതിന് കുറേ തണ്ടുണ്ടായിരുന്നു, ഇത് കളയുന്നില്ല, നാളെ കറി ഒന്നുമില്ല. ചേന മുറിക്കുക പാടാണ്, കാരണം ചൊറിയുന്നതുകൊണ്ട് എനിക്ക് പേടിയാണ്. വേഗം ചെത്തി എടുത്താൽ നമുക്ക് നാളായിട്ട് കണ്ടിച്ചെടുക്കാം. അത് കഴിഞ്ഞ് ഗൈസ്, അങ്ങനെ ഞാൻ അരിഞ്ഞ് ചേന നന്നായിട്ട് അരിഞ്ഞ് കഴുകിയിട്ട് ഇത് കുക്കറിൽ വെച്ച് ഒരു 4 വിസിലടിച്ച് കഴിയുമ്പോൾ ഇത് വേകും. ഇത് പക്ഷെ കഴുകുമ്പോഴാണ് ചൊറിച്ചിൽ. എനിക്ക് വൃത്തിയാക്കിയ ചേന. ഇതിന് വേണ്ട ചേരുവകൾ: കുറച്ച് തേങ്ങ, ഉള്ളി, വെളുത്തുള്ളി, പച്ചമുളക്, ജീരകം പൊടി, 1 സ്പൂൺ ജീരകം കൂടി നല്ലപോലെ. ഇത് നന്നായി അരച്ചിട്ട് ഇത് വെന്ത് കഴിയുമ്പോൾ ഇതിനകത്തോട്ട് ചേർത്ത് തിളപ്പിച്ചാൽ മതി. കറി റെഡിയാകും. കുക്കറിനകത്താണ് വേവിക്കുന്നത്. കുറച്ച് മഞ്ഞപ്പൊടിയും കൂടി ഇട്ട് കുക്കറിനകത്തിട്ട് ഒരു 4 വിസിൽ വരെ ആകുമ്പം ഓഫ് ചെയ്താൽ മതി. അപ്പം വെന്തിട്ടുണ്ടായിരിക്കും. അത് കഴിഞ്ഞ് ചേരുവകളെല്ലാം ചേർത്താൽ മതി. വിസിലിനി കളയണം. എരിശ്ശേരിക്ക് കടുക് പൊട്ടിക്കാൻ വേണ്ട സാധനങ്ങൾ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. കുറച്ച് കുഞ്ഞുള്ളി അരിഞ്ഞതും, കുറച്ച് വറ്റൽമുളകും, കറിവേപ്പിലയും. ഇത്രയും മാത്രം മതിയാവും ഇത് കടുക് തളിക്കാനായിട്ട്. ഇത് നന്നായിട്ട് വെന്തിട്ടുണ്ട്, ഉടഞ്ഞു പോയിട്ടുണ്ട്. നല്ല വെന്ത് പരുവമായി, നല്ലതായിട്ട് വെന്തിട്ടുണ്ട്. നല്ല വെന്ത് ഉടഞ്ഞ് ഇത് വെച്ച് ഉടയുമ്പോൾ ഉടയ്ക്കാനായിട്ട് പറ്റുന്നുണ്ട് നല്ലപോലെ. ഇത് കഴിഞ്ഞിട്ട് ഇതിനകത്ത് അരച്ച് വെച്ചിരിക്കുന്ന കൂട്ടും കൂടെ ചേർത്ത് തിളപ്പിച്ചെടുത്താണ്. ഇതാണ് നല്ല വെണ്ണ പോലെ അരച്ചിട്ടുണ്ട്. നമുക്കിതിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. എൻ്റെ എരിശ്ശേരിക്ക് ഇച്ചിരി മഞ്ഞപ്പൊടിയുടെ കുറവുണ്ട്, അത് ഞാനിപ്പോൾ ഇടും. കുറച്ച് ഉപ്പിൻ്റെ കുറവും കൂടിയുണ്ട്, അതും കൂടി ശരിയാക്കി. കുറച്ച് ഉപ്പും കൂടി ഇടണം. കുറച്ചുപ്പും കൂടി ഇടണം. ഇത് തിളച്ചിട്ടുണ്ട്, ഇതിൽ പൊട്ടുന്നുണ്ട്. കാണുമ്പോൾ തന്നെ അറിയാം കറി റെഡിയായി. നമുക്കിതിലേക്ക് കടുക് താളിച്ചും കൂടെ ചേർത്താൽ മതി. ഞാനിനി കടുക് താളിക്കാനായിട്ട് പോവുകയാണ്. കറി നമുക്ക് അപ്പുറത്തേക്ക് എടുത്ത് മാറ്റി. ചട്ടിക്കകത്ത് വെക്കാനാണ് എനിക്കിഷ്ടം. ഞാൻ കടുക് തളിക്കാൻ പോവാണ്. അതിന് ഞാൻ മലനാടിൻ്റെ വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത്. ഞങ്ങളുടെ വീട്ടിൽ എപ്പോഴും മലനാടിൻ്റെ കോക്കനട്ട് ഓയിലാണ് ഉപയോഗിക്കുന്നത്. ഇത് കുറച്ച് ഒഴിച്ചാൽ മതി. എനിക്ക് ഒത്തിരി എണ്ണയൊന്നും ഉപയോഗിക്കുന്നത് ഇഷ്ടമല്ല, അതുകൊണ്ട് ഞാൻ കുറച്ച് എണ്ണ ഉപയോഗിക്കുകയുള്ളൂ. അത് കഴിഞ്ഞ് കടുകിടുന്നതിന് മുമ്പ് എണ്ണ ചൂടായി കഴിഞ്ഞ് ഉള്ളി ഇട്ട് മൂപ്പിച്ച് കഴിഞ്ഞിട്ടാണ് കടുകിടുന്നത്. അപ്പം വേഗം കടുക് പൊട്ടും, അല്ലെങ്കിൽ കടുക് പൊട്ടാൻ താമസമായിരിക്കും. അത് കഴിഞ്ഞ് ഇത് പൊട്ടിച്ച് കഴിഞ്ഞിട്ട് കാണാം. എണ്ണ നന്നായി തിളച്ചിട്ടുണ്ട്. ഞാനിനി അതിലേക്ക് ഉള്ളി അരിഞ്ഞതിടുവാണ്. ഉള്ളി ഒന്ന് മൂത്തതിന് ശേഷം മാത്രം നമുക്ക് കടുകിടാം. ഉള്ളി മൂത്ത് തുടങ്ങിയിട്ടുണ്ട്. അതിലേക്ക് ഞാൻ വറ്റൽമുളക് ഇടുകയാണ്. അത് കഴിഞ്ഞ് അതൊന്ന് മൂത്ത് കുറച്ച് റെഡി ആയി കഴിഞ്ഞിട്ട് നമുക്ക് കറിവേപ്പില ഇടണം. ഇത് സൈഡിലേക്ക് വേവിച്ച് വെച്ചിട്ടാണ് ഞാൻ കടുക് ഇടുന്നത്. കടുക് ഒന്ന് പൊട്ടി ഉണ്ടെങ്കിൽ കറി ഇങ്ങോട്ടേക്ക്
കൂട്ടി നന്നായിട്ട് എരിശ്ശേരി റെഡിയായി. ഇനി ഒന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ കറി സൂപ്പർ. കുറച്ച് തീരുന്നു. അതിന് എരിശ്ശേരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.